തമിഴ്നാട്ടിൽ ഇലക്ഷൻ നടക്കുകയാണ്. കേരളീയർക്ക് ഏറ്റവും പരിചയമുള്ള രണ്ട് സംസ്ഥാനങ്ങളിൽ ഒന്ന് ബംഗാളായിരുന്നു, രണ്ടാമത്തേത് തമിഴ്നാടാണ്. തമിഴ്നാട് നമ്മളെ നൈബറിംഗ് സ്റ്റേറ്റാണ്, എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. വെസ്റ്റ് ബംഗാളിൽ നമുക്ക് കുറച്ചുകൂടി അറിയാവുന്നത് അവിടെ കമ്മ്യൂണിസ്റ്റ് വസന്ത പൂത്ത് നിന്നതുകൊണ്ടാണ്, CPM അധികാരമുണ്ടായതുകൊണ്ടാണ് എന്നൊക്കെ നമുക്കറിയാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത്തവണ വെസ്റ്റ് ബംഗാളിൽ CPM ഏതാണ്ട് നിയമസഭയിലേക്ക് എൻ്റർ ചെയ്യും, റീ എൻട്രി ഉണ്ടാവും. ഒന്നോ രണ്ടോ ആളുകളെങ്കിലും ചിലപ്പോൾ ജയിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. എന്താണെങ്കിലും ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് തമിഴ്നാടിനെക്കുറിച്ചാണ്. തമിഴ്നാടിനെക്കുറിച്ച് ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിലൊരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കോട്ടെ. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ജോയിൻ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. ഒരു മാസം 179 രൂപയാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ലെവലാണെങ്കിൽ 359 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെവൽ 3, 4, 5, 6 ഒക്കെ ഉണ്ട്. അതിൽ ഇഷ്ടമുള്ള ലെവൽ നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ ഉള്ള സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇതെടുത്താൽ മതി. അതെടുത്തുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല, കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ചാനൽ നിലനിൽക്കണമെന്നും അതിനെ സപ്പോർട്ട് ചെയ്യണമെന്നും താല്പര്യമുള്ളവരെ ചെയ്താൽ മതി. അതൊരു മന്ത്ലി റിക്കറിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ മറ്റത് നിങ്ങൾ അറിയേണ്ടത് അതല്ല, നിങ്ങൾക്ക് വൺ ടൈമായിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മുടെ ഇതിൻ്റെ താഴെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെയും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാവുന്നതാണ് എന്നുള്ളത് പറഞ്ഞു വെക്കട്ടെ. ഇനി തമിഴ്നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു റെവലേഷൻ ഉണ്ടായിട്ടുള്ളത്, ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ആക്സിസ് മൈ ഇന്ത്യ, അദ്ദേഹം തന്നെയാണ് കേരളത്തിലും 90 സീറ്റുകൾ വരെ UDFന് കിട്ടുമെന്ന് പ്രവചിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീം ആക്സിസ് മൈ ഇന്ത്യ തന്നെ അവിടെ സർവേ നടത്തിയിരുന്നു. ആ സർവേ നടത്തിയപ്പോൾ അദ്ദേഹം ബംഗാളിലെ സർവേ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ബംഗാളിൽ ഇപ്പോൾ ഇന്നൊന്നുകൂടി അദ്ദേഹം വിശദമായി പരിശോധിച്ചതിന് ശേഷം പുറത്തു വിടുമെന്നാണ് പറഞ്ഞേക്കുക. അപ്പോൾ ആ പ്രദീപ് ഗുപ്ത അദ്ദേഹം കഴിഞ്ഞ തവണ 2 തവണ ഇന്ത്യ ടുഡേയുടെ ഫ്ലോറിൽ നിന്ന് കരഞ്ഞതാണ്. ചില റിസൾട്ടുകളൊക്കെ തന്നെ തെറ്റിപ്പോയിട്ട്, പക്ഷേ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ആളുകളാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. നന്നായി വർക്ക് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ തെറ്റിപ്പോലൊക്കെ ഉണ്ടാവാം, കാരണം ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആൾ മുതൽ തെറ്റിച്ചാൽ അല്ലെങ്കിൽ സാമ്പിൾ എടുക്കുന്നതിലൊക്കെ തന്നെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇത്തവണ യഥാർത്ഥത്തിൽ അദ്ദേഹം ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അത് ശരിയാകാൻ സാധ്യതയില്ലെന്ന് ആദ്യമേ തന്നെ പറയട്ടെ. അത് വിജയ് അവിടെ വലിയ നേട്ടമുണ്ടാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഏതാണ്ട് ഒരു 3-4 ആഴ്ചകൾക്ക് മുമ്പ് തമിഴ്നാട്ടിലൂടെ ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഞാൻ യാത്ര ചെയ്യുകയും ഒരു 2-3 ദിവസം ഞാൻ ചെന്നൈയിൽ താമസിക്കുകയും ഡീറ്റെയിൽഡായിട്ട് ആളുകളോട് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിജയ്ക്ക് ഒരു വലിയ തരംഗമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് പ്രത്യേകിച്ചും പുതിയ ചെറുപ്പക്കാരിലും അതുപോലെ തന്നെ വുമൺ വോട്ടേഴ്സിലും ഒക്കെ തന്നെ വലിയ സ്വാധീനം ചെലുത്താൻ വിജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം DMK അഴിമതിക്കാരാണ്. അതുകൊണ്ട് DMKയുടെ അഴിമതികളൊക്കെ തന്നെ ജനം മടുത്തിരിക്കുകയാണ് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അതേസമയം തന്നെ സ്റ്റാലിനൊക്കെ വലിയ പോപ്പുലാരിറ്റിയും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ വിജയ് കുറച്ചുകൂടി സത്യസന്ധനായ ഒരു മനുഷ്യരായിട്ടാണ് ആളുകൾ വിജയിനെ കാണുന്നത്. കാരണം വിജയ് മറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇതുവരെയുള്ള സിനിമകളിലൂടെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രതിച്ഛായ അങ്ങനെയാണ്. നമ്മുടെ പുതിയ പ്രതിച്ഛായ എന്ന് പറഞ്ഞ സിനിമയിൽ പറയുന്ന പോലെ വ്യക്തികളല്ല, പ്രതിച്ഛായ നിർമ്മിതിയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ അത്തരത്തിൽ പ്രതിച്ഛായ നിർമ്മിച്ചു വെച്ചിട്ടുള്ള ഒരാളാണ്. കൂടാതെ കൂടംകുളം താപനിലയുമായി ബന്ധപ്പെട്ട് സമരത്തിൽ വെടിവെപ്പുണ്ടായപ്പോഴൊക്കെ തന്നെ അവിടെ ചെന്ന ആളുകൾക്ക് ബൈക്കിൻ്റെ പുറകിൽ ചെന്നിരുന്ന് ഓരോ ലക്ഷം രൂപ പണം കൊടുത്തിട്ട് പോകുന്ന വിജയന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കൂടാതെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ തന്നെ റാലിയിൽപ്പെട്ട് മരിച്ചിട്ടുള്ള ആളുകൾക്ക് ഗവൺമെൻറ് കരൂരിൽ മരിച്ചിട്ടുള്ള ആളുകൾക്ക് ഗവൺമെൻറ് 10 ലക്ഷം രൂപ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം 20 ലക്ഷം രൂപ കൊടുത്ത് അതൊക്കെ തന്നെ വലിയ നേട്ടമാക്കി മാറ്റിയതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അങ്ങനെ ആളുകൾ വിശ്വസിക്കാവുന്ന ഒരു ആളായിട്ടാണ് വിജയനെ കാണുന്നത്. വിജയ് പറഞ്ഞിരുന്നൊരു കാര്യം, ഐഡിയോളജിക്കൽ എതിരാളി എന്ന് പറയുന്നത്, ആശയപരമായിട്ടുള്ള എതിരാളി BJP ആണ്. പക്ഷേ ഏറ്റവും മുഖ്യ എതിരാളി എന്ന് പറയുന്നത് DMK ആണ്. ആ സ്റ്റാൻഡും വളരെ കൃത്യമാണ് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് വലിയ പോപ്പുലാരിറ്റി അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഈ പോപ്പുലാരിറ്റിയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഒരു 18 മുതൽ 23% വരെയുള്ള വോട്ടുകൾ അദ്ദേഹം പിടിച്ചേക്കും എന്നുള്ളതാണ്. ഒരു 20, 22 അല്ലെങ്കിൽ 30 സീറ്റുകൾ വരെ അദ്ദേഹത്തിന് വേണമെങ്കിൽ കിട്ടാം എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം അദ്ദേഹത്തിന് ഒരു സെക്കൻഡ് ലെയർ ലീഡേഴ്സ് ഇല്ല എന്നുള്ളതും ഒരു പാർട്ടി സ്ട്രക്ചർ ഇല്ല എന്നുള്ളതും ഇപ്പോഴും അതൊരു രസികർ മന്ത്രമായി തന്നെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അവിടെ ഒരുപാട് എക്സിറ്റ് പോളുകൾ വന്നിരുന്നു. ആ എക്സിറ്റ് പോളുകളെല്ലാം തന്നെ DMKക്കാണ് മുൻതൂക്കം പ്രവചിച്ചിട്ടുള്ളത്. DMK അവിടെ നിലനിർത്തും എന്നുള്ളത് തന്നെയാണ് അവരെല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളത്. അവരുടെ അധികാരം അവർ നിലനിർത്തും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ നിലനിർത്തുമെന്ന് പറഞ്ഞപ്പോൾ പോലും ഈ പറയുന്ന ആക്സിസ് മൈ ഇന്ത്യ അവർ തന്നെയാണ് കേട്ടോ കേരളത്തിൽ 90 സീറ്റ് പറഞ്ഞേക്കണത്. അവർ പറഞ്ഞേക്കണത് DMKക്ക് 92 മുതൽ 110 വരെ സീറ്റ് കിട്ടാമെന്നാണ്. കൂടാതെ അവർ പറഞ്ഞേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ AIADMKക്ക് 22 മുതൽ 30 വരെ സീറ്റുകൾ മാത്രമേ കിട്ടൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ AIADMK ഏതാണ്ട് തകർന്നടിയും എന്നുള്ളതാണ് അവർ പറഞ്ഞേക്കുന്നത്. അതേസമയം TVK, കാരണം AIADMKക്ക് ഇപ്പോൾ 66-67 സീറ്റുകളേ ഉള്ളൂ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം.
അതുപോലെ TVK, അതായത് ഈ പറയുന്ന വിജയുടെ പാർട്ടിക്ക് കിട്ടുമെന്ന് പറഞ്ഞേക്കുന്നത് 98 മുതൽ 120 സീറ്റ് വരെയാണ്. എന്ന് പറഞ്ഞാൽ ആക്സിസ് മൈൻഡിയുടെ പ്രദീപ് ഗുപ്ത പറയുന്നത് എന്തൊക്കെ തന്നെ സംഭവിച്ചാലും അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹം പറയുന്നത് ഒരു 70 സീറ്റുകൾ ഏറ്റവും കുറഞ്ഞത് തമിഴ്നാട്ടിൽ ഇവർക്ക് കിട്ടുമെന്നാണ്, വിജയ്ക്ക് കിട്ടുമെന്നാണ്. അതിൻ്റെ ആ താഴേക്ക് പോകാൻ ഒരു സാധ്യതയില്ല എന്നുള്ളതാണ്. പക്ഷേ 98 മുതൽ 120 വരെ സീറ്റുകൾ, അതേസമയം DMKക്ക് പോലും പറയുന്നത് 92 മുതൽ 110 വരെയാണ്. അപ്പോൾ അതുകൊണ്ട് വിജയ്ക്ക് വലിയ നേട്ടമുണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷേ ബാക്കിയുള്ള എല്ലാ സർവേകളും എതിരാണ് പറയുന്നത്. അതുപോലെ കാമാഖ്യ അനലറ്റിക്സ് എന്ന് പറയുന്ന എക്സിറ്റ് പോൾ ഉണ്ട് അവർ പറയുന്നത് 98 മുതൽ 95 സീറ്റുകൾ വരെ DMKക്ക് കിട്ടാം, 68 മുതൽ 84 സീറ്റുകൾ വരെ ADMKക്ക് കിട്ടാം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ADMKക്ക് ഇപ്പോൾ ഉള്ളത് 66-67 സീറ്റുകളാണ്. അപ്പോൾ അത് നേട്ടമുണ്ടാക്കുമെന്നാണ്. പക്ഷേ അവിടെയും പറയുന്നത് TVKക്ക് 67 മുതൽ 81 സീറ്റുകൾ വരെ കിട്ടാമെന്നാണ്. അപ്പോൾ ഇതൊഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ സർവേകളും പറയുന്നത് നേരെ തിരിച്ചാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് PMark പറയുന്നത് DMK 125, 145 സീറ്റുകൾ നേടും, ADMK 65 മുതൽ 85 വരെയുള്ള സീറ്റുകൾ നേടും. അതേസമയം TVK സീറ്റുകളൊന്നും നേടില്ല എന്നുള്ളതാണ് PMark പറഞ്ഞേക്കുന്നത്. മാട്രിക്സ് പറഞ്ഞേക്കുന്നത് വിജയുടെ പാർട്ടി 10-12 സീറ്റുകൾ നേടും, അതേസമയം ADMK 87 മുതൽ 110 വരെ സീറ്റുകൾ നേടും. പക്ഷേ എങ്കിലും 122 മുതൽ 132 വരെ സീറ്റുകൾ നേടിക്കൊണ്ട് DMK ആയിരിക്കും ഏറ്റവും വലിയ പാർട്ടിയായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. കേരളത്തിൽ നമ്മൾ ബാക്കി വെസ്റ്റ് ബംഗാളിൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞത് പീപ്പിൾസ് പ്ലസിൻ്റെയാണ്. ആ പീപ്പിൾ പ്ലസിൻ്റെ പറയുന്നത് 125 മുതൽ 145 വരെ സീറ്റുകൾ DMK നേടാം, 65 മുതൽ 80 വരെ ADMK നേടാം. ഇപ്പോഴുള്ള ലെവൽ തന്നെ ഏതാണ്ട് 18 മുതൽ 24 വരെ TVK നേടാം എന്നുള്ളതാണ്. ചാണക്യ 145, 160 അതുപോലെ DMKക്ക് വേണ്ടി, അതുപോലെ 50-60 ADMKക്ക്, അതുപോലെ TVKക്ക് അവരൊന്നും പറഞ്ഞിട്ടില്ല. അതേഴ്സിലാണ് അവർ 18 മുതൽ 26 വരെ കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഈ പറയുന്ന പീപ്പിൾസ് പ്ലസ് ഇതിൽ പറഞ്ഞതും എനിക്ക് ഏതാണ്ട് ശരിയാണെന്ന് തോന്നുന്നു. 125 മുതൽ 145 വരെയുള്ള സീറ്റുകൾ DMKക്ക് കിട്ടാം, കൂടാതെ 65 മുതൽ 80 വരെയുള്ള സീറ്റുകൾ ADMKക്ക് കിട്ടാം, 18 മുതൽ 24 വരെ ഞാൻ വിചാരിക്കുന്നത് മാക്സിമം പോയാൽ ഒരു 35-40 വരെയുള്ളത് വിജയ്ക്ക് കിട്ടാം എന്നുള്ളതാണ്. വിജയ് ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ ഒരു സാധ്യതയില്ല. സംഘടനാ ബലത്തിൻ്റെ സ്ട്രെങ്ത് കൊണ്ടിട്ട് DMK അവിടെ പിടിച്ചു നിൽക്കും എന്നുള്ളതാണ് എനിക്ക് വിചാരിക്കാൻ കഴിയുന്ന ഒരു കാര്യം. എടപ്പാടി പളനിസ്വാമിയുടെ ADMKക്ക് തന്നെ അവരുടെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് അതിനകത്തുനിന്ന് ആളുകളെയൊക്കെ പുറത്താക്കിക്കൊണ്ട് പാർട്ടി പിടിച്ചു നിർത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കുറേ കൂടി വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട് ഓരോ ഏരിയ വൈസ്. ഇപ്പോൾ ചില ഏരിയകളിൽ വളരെ കൃത്യമായിട്ട് ADMKക്ക് സ്വാധീനമുണ്ട്. അതുപോലെ ചെന്നൈ നഗരത്തിലൊക്കെ തന്നെ ഈ പ്രദീപ് ഗുപ്ത പറയുന്നത് ശരിയാണെങ്കിൽ, ആക്സിസ് മൈൻഡിയുടെ CMD പറയുന്നത്, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ പറയുന്നത് ശരിയാണെങ്കിൽ, അദ്ദേഹം പറയുന്നത് അവിടെ MK സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും ഒക്കെ തന്നെ കഷ്ടപ്പെടും ജയിക്കാൻ എന്നുള്ളതാണ്. തോക്കുമെന്ന് പറയുന്നില്ല. അപ്പോൾ അത്തരത്തിൽ വലിയ ഫൈറ്റ് വിജയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ്. ഒരു കാര്യം ഉറപ്പാണ്, അവിടെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ വിജയനോട് വലിയ താല്പര്യമുണ്ട്. പ്രത്യേകിച്ചും വനിതകളായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ നമുക്കറിയുന്ന ആളുകളൊക്കെ തന്നെ വലിയ സാമ്പത്തികമുള്ള ആളുകൾ, അവരുടെ വീട്ടിലെ ഹൗസ് മെയ്ഡ് ആയിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ തന്നെ ദീർഘദൂരം യാത്ര ചെയ്ത് പല സ്ഥലങ്ങളിലും വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് 2031 വിജയ് മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ആ 5 കൊല്ലം പ്രതിപക്ഷ നേതാവായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പിടിച്ചു നിന്നാൽ, പക്ഷേ 5 കൊല്ലത്തേക്ക് ഒരു പാർട്ടി കൊണ്ടുപോകുന്നതിൻ്റെ എക്സ്പെൻസൊക്കെ വളരെ കൂടുതലാണ്. ഇപ്പം അദ്ദേഹം ചെയ്യുന്നത് പോലെ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്തുകൊണ്ട് അതൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നെനിക്കറിയില്ല. പക്ഷേ 5 കൊല്ലത്തേക്ക് കണ്ടിന്യൂസ് ആയി കൺസിസ്റ്റൻ്റായി അദ്ദേഹം വർക്ക് ചെയ്യുകയും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഇത് വിട്ടിട്ട് സിനിമയിലേക്ക് പോകാൻ തോന്നുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ പോയില്ലെങ്കിൽ കൺസിസ്റ്റൻ്റായി വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും വളരെ സ്ട്രാറ്റജിക്കലി കുറച്ച് സെക്കൻഡ് ലെവൽ ലീഡേഴ്സിനെ ഡെവലപ്പ് ചെയ്താൽ, സ്വന്തം പാർട്ടി സ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2031 വിജയ്ക്ക് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയാകാൻ കഴിയും. അങ്ങനെ ആയാൽ പിന്നീട് കാലങ്ങളോളം അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടരാനുള്ള സാധ്യതകൾ കൂടിയുണ്ടെന്നാണ്. പക്ഷെ ഇതിനെല്ലാം തടയുന്നത് DMKയുടെ വലിയ തന്ത്രങ്ങളാണ്, പാർട്ടിയുടെ ബലമാണ്. DMKയുടെ തന്ത്രമെന്ന് പറയുന്നത് കഴിഞ്ഞ തവണ പ്രശാന്ത് കിഷോറിനെ ഉപയോഗിച്ചുകൊണ്ടും ഐപാക്കിനെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ആ തെരഞ്ഞെടുപ്പ് ജയിച്ചത്. ആ തെരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷം പോലും ഓരോ ഗവൺമെൻറ് നടപടികളും ഇത്തരത്തിലുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകളുമായിട്ടും പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകളുമായിട്ടൊക്കെ തന്നെ അവർ കൺസൾട്ട് ചെയ്തിരുന്നു. അങ്ങനെ വളരെ പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള നടപടികളാണ് അവർ എടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് DMK അവിടെ നിലനിന്ന് പോകുന്നത്. അല്ലെങ്കിൽ അഴിമതിയുടെ കാര്യത്തിൽ DMK നമ്പർ 1 ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് മമതാ ബാനർജിയും ഒട്ടും മോശമല്ലെന്നറിയാം. പക്ഷെ എങ്കിൽ പോലും അവിടെ അടിച്ചു വീഴ്ത്താൻ പറ്റാത്തതിൻ്റെ കാരണം അവരുടെ ഈ പ്രത്യേകതകളാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത്തവണ കൂടി DMKയും MK സ്റ്റാലിനും പിടിച്ചു നിൽക്കും. അവിടെ 10-30ഓളം സീറ്റുകളിലേക്ക് ഒരുപക്ഷെ വിജയം എത്തിച്ചേരാം.
പക്ഷെ അതിനും അപ്പുറത്തേക്ക് വിജയ്ക്കൊരു 100-120 എത്തിച്ചേരുമെങ്കിൽ അത്ര വലിയ തരംഗമുണ്ടാവണം. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് അത്ര വലിയ തരംഗം ഉണ്ടാകാനുള്ള സാധ്യതകളില്ല എന്നുള്ളത് തന്നെയാണ്.